ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടെ എല്ലാവരും? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ വരിക, അവിടെ നമ്മളെ വീഡിയോസ് നമ്മളെ ഫാമിലിയും മറ്റുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യാത്ത സ്ഥലത്ത് നമ്മളെ അറിയാത്ത ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ ചോദിക്കുക, വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ കളിയാക്കി ചിരികൾ മാത്രം കേട്ട ഇന്നെ പോലെയുള്ള അവർക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമാണ്. പെരുന്നാളിൻ്റെ ശേഷം നൈറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അതിങ്ങനെ കുടുംബത്തിൽ ഒരു പെട്ടെന്ന് ഒരാളുടെ മരണവും, പ്രതീക്ഷിക്കാത്ത ഒരാളുടെ മരണവും, പിന്നെ വേറെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ ഇടാനും ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് ആവശ്യത്തിന് തന്നെ കിട്ടിയിട്ടുള്ളായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ആ യുദ്ധത്തിൻ്റെ പേരിൽ 32 രൂപയോളം കൂട്ടിയിട്ടുണ്ട്. ആദ്യം 8 കൂട്ടി, പിന്നെ 10 കൂട്ടി, പിന്നെ 20 കൂട്ടി, പിന്നെ 28 അതിപ്പോൾ 32 ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കുറയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിന്ന്, ഓണത്തിന് ഒരുപാട് പേര് മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും റേറ്റ് നോക്കി നിന്നാൽ ചിലപ്പോൾ എടുക്കലുണ്ടാവില്ല. അപ്പോൾ ഇതാ ഓണത്തിന് നമുക്ക് കുറഞ്ഞ ചിലവിൽ നല്ല ഉഷാറായിട്ട് തിളങ്ങാം. നൈറ്റി അടിക്കാം, ടോപ്പും അടിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നത് ദുബായ് നൈറ്റികളാണ്. അതൊരു ഷോപ്പിലേക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതതുപോലെ ആൽഫൈൻ്റെ ക്ലോത്താണിത്. കോട്ടനും ഉണ്ട്, ആൽഫൈനും ഉണ്ട്. ആൽഫൈൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ്. അതിന് വേറെ റേറ്റാണ്, കോട്ടന് വേറെ റേറ്റാണ്. കോട്ടന് ഞാൻ റേറ്റ് പറയാത്തതിൽ പലരും പറയാറുണ്ട്. അതിന് കാരണം ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ വേറെ റേറ്റാണ്, റീറ്റെയിലായിട്ട് എടുക്കുമ്പോൾ വേറെ റേറ്റാണ്, നൈറ്റി അടിച്ചു കൊടുക്കുമ്പോൾ വേറെ റേറ്റാണ്. അപ്പോൾ ഓൺലൈനിൽ മാത്രം ഈ ഒരു മെറ്റീരിയൽ മാത്രം സെയിൽ ചെയ്യാൻ നമുക്ക് ആ ഒരു റേറ്റ് പറയാം. പക്ഷേ നമ്മൾ നൈറ്റി അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഹോൾസെയിൽ റേറ്റ് പറയുമ്പോൾ പറയും, ഇത്രക്ക് കിട്ടിയിരുന്നു, നീ അത്രക്കാണോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ബിസിനസ്സിനെ അത് ബാധിക്കും. പിന്നെ അതുപോലെ നമ്മളടുന്ന് സാധനം എടുത്തിട്ട് റീസെല്ല് ചെയ്തിട്ട് വേറെ ക്ലോത്ത് ചെറിയ ലാഭത്തിനായാലും കൊടുക്കുന്നവരുണ്ട്, അവരെയും ബാധിക്കും. അപ്പോൾ അവരുടെയും റിക്വസ്റ്റാണ് പറയരുത് എന്നുള്ളത്. അപ്പോൾ റേറ്റ് അറിയണം, സാധനം വേണമെന്നൊക്കെ ഉള്ളവർ ഇതിലുള്ള 92 078 15 205 നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ക്ലോത്തിൻ്റെ വീഡിയോ മാത്രമേ ഇടണുള്ളൂ, സ്റ്റിച്ച് ചെയ്യേണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ഒരുവിധം സ്റ്റിച്ചിങ്ങിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും, പൈപ്പിംഗ് വെച്ച് അടിക്കുന്നത്, കഫ്താൻ അടിക്കേണ്ടത്, ഫ്രോക്ക് നൈറ്റി അടിക്കേണ്ടതൊക്കെ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കുറച്ച് താഴോട്ട് ഒരു 4 മാസം മുമ്പൊക്കെ ഉള്ള വീഡിയോയിലേക്ക് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കുള്ള ഒരുവിധം സംശയങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ അതിലുണ്ട്. 290 കൊണ്ട് എങ്ങനെ കൈ വെച്ചിട്ട് അടിക്കുക, അതുപോലെ നൈറ്റിൻ്റെ കൈ വെക്കുന്നത് പലർക്കും ഡൗട്ടാണ്, അതുണ്ട്. ഷോൾഡർ ഇറങ്ങുന്നതിന് കയറുന്നതിനൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചാനലിലുണ്ട്. അതുപോലെ ഓണം എന്താ പറയുക, മലയാളികളുടെ ആഘോഷമാണല്ലോ. ഈ ഓണത്തിനും പെരുന്നാളിനൊക്കെ തുടക്കം വെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വേഗം നോക്കിക്കോളി. ഇപ്പോൾ കണ്ടില്ലേ 30-40 രൂപ റേറ്റ് കൂടി. ഒരുപാട് റേറ്റ് നമുക്ക് ക്ലോത്തിന് കൂടിയെന്ന് വെച്ചിട്ട് നമുക്ക് നൈറ്റിക്ക് ഒരുപാട് വില കൂടുതൽ ഇടാനും പറ്റില്ല. എന്ന് വെച്ചിട്ട് നഷ്ടത്തിന് കൊടുക്കണം എന്നല്ല. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ലാഭം കുറയുക എന്നല്ലാതെ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇങ്ങനെ പേടിച്ച് നിൽക്കണോല് പേടിച്ച് അങ്ങനെ നിൽക്കാമെന്നല്ലാതെ ഒരു രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്നുള്ളതിൽ വേഗം നോക്കിക്കോളി. നിങ്ങളെന്താ വീഡിയോ ഇടാത്തത്? നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഒരു ധൈര്യമാണ്. ഇങ്ങനെ ലാഭമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളെ വീഡിയോ കാണുമ്പം അപ്പോൾ ഇനിയും ചെയ്താലും എന്നുള്ളൊരു ധൈര്യം വരും. അപ്പോൾ അത് നിങ്ങളില്ലാതാക്കല്ലേ. നിങ്ങൾക്ക് ചിലപ്പം ബിസിനസ് കൂടിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടണ്ടാന്ന് തോന്നുന്നുണ്ടാവും. നിങ്ങൾ യൂട്യൂബിലിപ്പം ട്രിപ്പ് പോകേണ്ട വീഡിയോ മാത്രമാണല്ലോ കാണേണ്ടത്. നിങ്ങളിങ്ങനെ ട്രിപ്പ് മാത്രം അടിക്കല്ലേ, ഇറക്ക് വീഡിയോ ഇടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ച് മെസ്സേജ് അയച്ച്, കൂടുതൽ പേരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ, എന്ത് പറ്റി, ഏത് പറ്റി, എന്താ പറയുക, നമ്മളെ വീട്ടിലുള്ളവർ ചോദിക്കണ പോലെ ഒരു സന്തോഷം നമ്മളെ നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരൊന്നും ഇതുപോലെ ഒന്നും ചോദിക്കാറില്ല. എന്താ വീഡിയോ ഇടാത്തതെന്ന് ചിലർ ചോദിക്കാറ്. എന്താ വെച്ചാൽ ഈ ചാനൽ നിർത്തിയോന്നാണ്. കാരണം പെരുന്നാളിൻ്റെ മുന്നേ വരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി അതല്ലെങ്കിലും വീഡിയോ എന്തും ഇടാൻ പറ്റണമെങ്കിൽ എന്തെങ്കിലും ഷോർട്സ് ആയിട്ടെങ്കിലും ഇടുന്നുണ്ട്. പക്ഷെ അതുപോലും കാണാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ചോദിക്കാൻ ഒരാളുണ്ടായാലും അത് നമുക്കൊരു സന്തോഷമാണ്. നൈറ്റ് എന്താ ആകെ 100 രൂപ 60 രൂപ 70 രൂപ ലാഭമാണുള്ളത്, അതുകൊണ്ട് എന്തുണ്ടാവാനാന്ന് ചോദിക്കണോലും ഒന്നും മനസ്സിലാക്കുക. തുടക്കത്തിൽ തന്നെ 2000 3000 4000 ഉണ്ട് ലാഭം കിട്ടണമെന്ന് ആരും ചിന്തിക്കരുത്. ആ 100 1000 ആക്കാനുള്ള പണി ചെയ്യുക.
ആദ്യം ഒരു 100 ഉണ്ടാക്കാൻ നോക്കുക, ഒന്നെങ്കിലും ഒന്ന് സെയിലാക്കാൻ നോക്കുക. ആ ഒന്ന് എന്ത് ചെയ്യുക, 10 ആക്കാൻ നോക്കുക, ആ 10 20 ആക്കാൻ നോക്കുക. അങ്ങനെ പയ്യെ പനയും തിന്നാന്നുള്ള അവസ്ഥ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലായാലും പറ്റുള്ളൂ. ഞാനൊന്നും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നാളെ തന്നെ ലാഭം കിട്ടണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ നടക്കുമോ? അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബിസിനസ്സുകാർ പോലും എന്താണ് ചെയ്യേണ്ടത്, അവർ 6 മാസം 5 മാസം കൂടുമ്പോൾ എന്താണ് പുതിയ അപ്ഡേറ്റുകൾ വരികയാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവണമെന്നാണ് ഐഫോൺ കണ്ടിട്ടില്ലേ, അത് 6 മാസം 1 വർഷം കൂടുമ്പോൾ ഒരു പുതിയ ഫോൺ തുടങ്ങണമുണ്ട്. ആ പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു പഴയ മോഡലുകളുടെ അപ്ഡേഷൻ നിർത്തി വെക്കുന്നുണ്ട്. അത് നിർത്തി വെക്കാഞ്ഞാൽ എന്താണ് ആപ്പിൾ ഐഫോണിൻ്റെ കമ്പനിക്കാർ പറയേണ്ടത് എന്താണ്, ഒരിക്കലും കേടാവില്ല, അങ്ങോട്ടാക്കില്ല, ഏറ്റവും നല്ല ഫോൺ, ഏറ്റവും നല്ല ഫീച്ചേഴ്സ്, ഏറ്റവും നല്ല ക്യാമറ, അങ്ങനെ എല്ലാ പരസ്യം കൊടുത്ത് വിൽക്കണം. ആ സാധനം ഒരാളും മാറ്റൂല എന്ന് തോന്നിയതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിന് അപ്ഡേഷൻ നിർത്തി വെക്കേണ്ടതും പുതിയ മോഡൽ തുടങ്ങണം. അപ്പോൾ അതുപോലെ നമ്മളെ ബിസിനസ്സിൽ ഓരോ സമയത്തിനനുസരിച്ച് സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളിലും മാറ്റം വരുത്തുക. നമുക്ക് വേണ്ടിയിട്ടുള്ള പരസ്യം നമ്മൾ തന്നെ ആവുക, നമ്മൾ കോൺഫിഡൻസോടെ നിർത്തി വെക്കുക. അതാണ് ഏറ്റവും വലിയ മരുന്ന്. നമ്മളെ കൈവിലുള്ള വിശ്വാസവും നമുക്കുള്ള സന്തോഷവും കൊടുത്താൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളോളം പണിയെടുക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മളെപ്പോലെ ശ്രദ്ധിക്കാനും വേറെ ഒരാളുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ലാഭം എങ്ങനെ ഇരട്ടിപ്പിക്കാം. ഒരാളത് വാങ്ങിക്കഴിഞ്ഞാൽ ആ ആൾ വാങ്ങിയല്ലോ എന്ന് വെച്ചിട്ട് അടുത്ത ആളുടെ അടുത്തേക്ക് പോവല്ല, അടുത്തേക്ക് പോകണ്ടെന്നല്ല, പക്ഷേ ഈ വാങ്ങിയ ആളെ കൊണ്ട് ഇനി അടുത്തത് ഉടുപ്പിക്കാനുള്ളത് ഈ ഒറ്റ ബിസിനസ്സിൽ നിങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടിടണേ. താങ്ക്